UAE നമുക്കൊരു സ്റ്റഡി ഒരു എബ്രോഡ് കൺസൾട്ടൻസി തുടങ്ങാം. ഞാൻ തുടങ്ങാൻ പോണെന്ന് വിചാരിച്ചോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ അഡ്വൈസിന് വന്നേക്കെ. കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുള്ള ഒരു വലിയ ബിസിനസ് മേഖലയാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്റ്റഡി അബ്രോഡ് ബിസിനസ്. അപ്പോൾ ഇവിടെ ദുബായിൽ വരുമ്പോൾ സുഖം എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്ഷക്കണക്കിന് എക്സ്പാട്രിയേറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളവരും നേപ്പാളിൽ നിന്നുള്ളവരും ബംഗ്ലാദേശിൽ നിന്നുള്ളവരും അങ്ങനെ ഏഷ്യൻ കൾച്ചറിലുള്ള ആളുകൾ കൂടാതെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരിലേക്കൊക്കെ ഈ സർവീസ് എത്തിക്കാൻ പറ്റും. സ്റ്റഡി അബ്രോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ, ദുബായിൽ തുടങ്ങിക്കഴിഞ്ഞാലുള്ളത് ഈ സാധ്യതയാണ്. UAE കുട്ടികളെ ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം, ഇന്ത്യയിലെ കുട്ടികളെ ദുബായിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അട്രാക്ട് ചെയ്യാം. UK-ലോ US-ലോ ഒക്കെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. കാരണം പ്രൊഫൈൽ ഇന്ത്യയിൽ ഓഫീസുണ്ട്, ദുബായിൽ ഓഫീസുണ്ട്. ഇനി ഈ ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ലൈസൻസ്. കാരണം ഇതൊരു കൺസൾട്ടൻസി പോലെയാണെങ്കിലും ഒരു അഡ്മിഷൻ സർവീസസ് ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഈ അഡ്മിഷൻ സർവീസസ് എന്നുള്ള പ്രത്യേകം എഴുതി ഡിസ്ക്രിപ്ഷനിലുള്ള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സർവീസസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് സർവീസസ്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് KHDA, നോളജ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ലൈസൻസ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് KHDA ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി പരസ്യം ചെയ്യാനായി സാധിക്കും, വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാനായി സാധിക്കും.